വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാർക്കറ്റ് സഞ്ചാരി. ഞാൻ ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റീൽസിൽ കാണിക്കുന്ന എന്താണ് പ്രോഡക്റ്റ്, വണ്ടികളായിക്കോട്ടെ, എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഞങ്ങൾ റീൽസായിട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ വഴി എടുക്കുന്നോ, അപ്പം അങ്ങനത്തെ എല്ലാം നമ്മൾ നാട്ടിലേക്ക് എത്തിച്ച് ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ റീൽസിൽ കാണിച്ച സെയിം സാധനം ഫോർച്യൂണറാണ് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്പർ കാര്യങ്ങളൊന്നും നമ്മൾ ഇത് പറയുന്നില്ല. അതായത് നമുക്ക് ഒരുപാട് വണ്ടികളുണ്ട്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ നമ്മൾ റീൽസിൽ കാണിക്കുന്നത് പ്രൊഡക്റ്റുകൾ, അതായത് ഒരു 3 to 5 days ആണ് വെഹിക്കിൾസ് നമുക്ക് ഡെലിവറി പോകുന്നത്. അതേപോലെ പാർട്ടീസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അർജൻറ്റ് ആയിട്ടുള്ള പാർട്ടിയായിരുന്നു, ഗൾഫിൽ നിന്നുള്ള പാർട്ടിയായിരുന്നു. ആ പാർട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ട് കൊടുക്കണമായിരുന്നു. അതായത് അവരിപ്പം അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് വരും. അപ്പോൾ അവർക്ക് പിക്നിക്ക് കാര്യങ്ങൾ, ഔട്ടിങ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി അവരുടെ വീട്ടിൽ നല്ലൊരു വണ്ടിയില്ല. അപ്പം ബിസിനസ് ചെയ്യുന്ന പൈസ ഉണ്ടാക്കുന്നു, അത് നല്ലൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി മാറ്റി വെക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടികൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ വലിയ വണ്ടികളല്ല, നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ടൊയോട്ട ആണെങ്കിൽ പോലും നമ്മളുടെ അടുത്ത് 1.5 ലക്ഷം രൂപ മുതൽ നമ്മളിപ്പോൾ വെഹിക്കിൾസ് ഡെലിവറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിത്ത് ഓടിച്ചുകൊണ്ട് വരണമെങ്കിൽ, അതായത് നമ്മൾ ബെൻസ്, BMW അതേപോലെയുള്ള സെഗ്മെൻറ്റ് ചെയ്യുന്നത് ഒരു 2007, 2013 റേഞ്ചിൽ വരുന്ന സാധനങ്ങൾ, അതായത് പ്രീമിയം സെഗ്മെൻറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടെയ്നറിലാണ്. അപ്പം ഇതൊക്കെ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് കിട്ടും. മറ്റേന്ന് പറഞ്ഞാൽ നമുക്കൊരു 2 week 3 week ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ പേര് കണ്ടെയ്നർ ആശ്രയിക്കാതെ. പിന്നെ മൈലേജ് കാര്യങ്ങളാണെങ്കിൽ ചില വണ്ടിക്ക് നല്ല മൈലേജ് ഉണ്ട്. അപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് അല്ല കേട്ടോ, എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും, എക്സ്പെൻസ് മൈനസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫാസ്ട്രാഗ് കാര്യങ്ങൾ. അപ്പോൾ നാട്ടിലേക്ക് എത്ര ചിലവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാണ് വണ്ടി എടുക്കേണ്ടത്, ആര് ത്രൂ ആണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ഓൾമോസ്റ്റ് വണ്ടികളെല്ലാം കസ്റ്റമറിൻ്റെ ഡയറക്റ്റാണ്, പാർട്ടികളുടെ വഴിയല്ല, ഡീലേഴ്സ് വഴിയല്ല, ഡയറക്റ്റ് വീടുകളിൽ പോകുന്നത്, അവിടുന്ന് നോക്കിയും കണ്ടും എടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെയുള്ള വണ്ടികൾ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അപ്പം വണ്ടികളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് 4x2 ആണ് വരുന്നത്, ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അവൈലബിൾ ആണ്, 4x4 അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ വണ്ടികളെല്ലാം ഈ ഫോർച്യൂണർ മാത്രമല്ല, ഇന്നോവ വേണ്ടവർക്ക് ഇന്നോവ, ക്രിസ്റ്റ വേണ്ടവർക്ക് ക്രിസ്റ്റ, ഫോർച്യൂണർ, പിന്നെ മാരുതിയുടെ വണ്ടികൾ ഞാൻ അധികം ചെയ്യുന്നില്ല. പക്ഷേ എൻക്വയറി വരുമ്പോൾ നമുക്ക് ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്തൊന്ന് വണ്ടി പോയി നോക്കാവോ, ആ കണ്ടീഷൻ എങ്ങനെയാണ്, അവർ തമ്മിൽ ബില്ലാക്കിക്കോളാം, ഒന്ന് വണ്ടി ചെക്ക് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനത്തെ സർവീസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. സർവീസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സഞ്ചാരി ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് വേണ്ടവർക്ക് ഒരു 12 വർഷം 13 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുതരുന്നതാണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് കണ്ടെയ്നർ വേണം, അതിൻ്റെ ഫെസിലിറ്റി ഒരുക്കി തരുന്നതാണ്. നിങ്ങൾക്ക് ഡൽഹിയിൽ പോയി മെക്കാനിക്ക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റി ഒരുക്കി തരുന്നതാണ്. അപ്പം ഇതൊക്കെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വണ്ടി വെഹിക്കിൾസിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരെല്ലാം കോൺടാക്ട് ചെയ്യുക. പിന്നെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ അപ്ഡേറ്റ്സ് വരും. അപ്പം നമ്മൾ ഫോർച്യൂണറായിട്ട് എങ്ങനെയാണ് റൈഡ് പോകുന്നത്, നാട്ടിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതാണ്. ലാസ്റ്റ് എത്ര എക്സ്പെൻസ് വരും, എത്രമാത്രം എണ്ണ കാര്യങ്ങൾ ഡീസൽ അടിക്കണം, ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നാണ് എണ്ണ അടിക്കുന്നത്, അതൊക്കെ പറയുന്നതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 മണിയായി. അപ്പം നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തോളൂ. നമ്മൾ ഡൽഹി ഗേറ്റിൽ നിന്നാണ് ഇപ്പം, കരോൾ ബാഗ് ഡൽഹി ഗേറ്റ് സൈഡിൽ നിന്നാണ് ഇപ്പം വരുന്നത്. അപ്പം നമ്മൾ ഇന്ന് നമുക്ക് ഡെലിവറി ഇത് കൊടുക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തിരുവനന്തപുരത്താണ്. അപ്പം ഇതുവരെ നമ്മൾ ഡൽഹി ടു തിരുവനന്തപുരം ചെയ്തിട്ടില്ല ഓൺ റോഡ്. പിന്നെ ഫോർച്യൂണർ ഓൺ റോഡിൽ നമ്മൾ കൊണ്ടുപോയി ട്രൈ ചെയ്തില്ല, എത്ര കിലോമീറ്റർ കാര്യങ്ങൾ, എത്ര എമൗണ്ടിൽ നമുക്ക് എണ്ണ അടിക്കണം, എത്ര ടോള് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഞാൻ ഈ പാസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് കേരളത്തിൽ, അതായത് ഡൽഹി ടു തിരുവനന്തപുരം 1ാമത്തെ ജില്ലയാണ്. അപ്പോൾ 1ാമത്തെ ജില്ലയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റണ്ണിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ആഗ്രയ്ക്കാണ് ആദ്യം ലൊക്കേഷൻ കാര്യങ്ങൾ ഇട്ടേക്കുന്നത്. ലൊക്കേഷൻ ഓൾറെഡി നമുക്ക് അറിയാം. പക്ഷേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മഴയും കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതലായതുകൊണ്ട് ജസ്റ്റ് വളവ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് ഇട്ടേക്കുന്നത്. അപ്പം നമ്മുടെ കസ്റ്റമറെ വണ്ടി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ത്രൂ ആണ് എടുത്തത്. അതായത് നമ്മളെ സ്റ്റാറ്റസ് അതേപോലെ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു വീഡിയോയിൽ നമ്മൾ 400 വ്യൂസ് ഉള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ 3 വണ്ടി ഫോർച്യൂണർ ഇപ്പം കേരളത്തിലേക്ക് ഡെലിവറി കൊടുത്ത് ബൈ കണ്ടെയ്നറിൽ 2 ഇപ്പോൾ ഓൺ റോഡിൽ ഞാൻ ഒരെണ്ണം ഓടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്.
അപ്പം അടുത്തും നിങ്ങൾക്ക് ഇതേപോലത്തെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ചാനലിൽ, പുതിയ പുതിയ വെഹിക്കിൾസിന്റെ ഡീറ്റെയിൽസ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോർച്യൂണർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൈസ് വളരെ നെഗോഷ്യബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് ടാക്സ് കാര്യങ്ങൾ, അതേപോലെ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇവര് 5 ഇയർ കൂടുമ്പോൾ ഇവര് വണ്ടികൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും തന്നെ നല്ലൊരു നമുക്കൊരു നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല ബെസ്റ്റ് പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് മേടിക്കാം. അതായത് ഒരു പുതിയ വണ്ടി, അതായത് ഫോർച്യൂണർ മേടിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഒരു സെക്കൻഡ് യൂസ്ഡ് കാർ മേടിക്കുന്നത്. നമ്മൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് ആണ് ഇപ്പം ഇത് ചെയ്യുന്നത്. ബട്ട് ഇന്ന് തുടങ്ങിയത് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈവനിങ് ആണ് പിടിച്ചേക്കുന്നത്. അപ്പം അത്യാവശ്യം വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വരില്ല. കസ്റ്റമർ ആയിട്ട് പാർട്ടിക്ക് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു. അപ്പം നമ്മൾ പോയി വണ്ടി കാര്യങ്ങളൊക്കെ മുക്തമായിട്ട് ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അവർക്ക് ടോക്കൺ മണി കാര്യങ്ങളൊക്കെ കൊടുത്ത് വണ്ടി എടുത്തു. അതിനുശേഷം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഓൺ റോഡിൽ ഓടാൻ കണ്ടീഷൻ ആയിട്ടുള്ള എല്ലാ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു. അതായത് ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽട്ടർ, ഡീസൽ ഫിൽട്ടർ, AC ഫിൽട്ടർ, അതുപോലെയുള്ള മേജർ ഒരു നമുക്ക് അത്യാവശ്യം ഓൺ റോഡിൽ ഒരു 3000 കിലോമീറ്റർ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ള ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു പ്രോപ്പറായിട്ട്. അപ്പോൾ 2 ദിവസം എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ഹാൻഡിൽ ചെയ്ത വണ്ടി, ഞാൻ തന്നെയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പം നമ്മൾ ഓൺ റോഡിൽ ഇപ്പം കസ്റ്റമർക്ക് അത്യാവശ്യമായതുകൊണ്ട് 2 ഡേയ്സ് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് കൊടുക്കുന്നത്. 2 ഡേയ്സ് അല്ല 3 ഡേയ്സ് എടുക്കും. അപ്പം 3 ഡേയ്സും കൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരം റീച്ച് ആവുന്നത്. നിലവിൽ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. നിങ്ങളും അലൈൻമെന്റ് കാര്യങ്ങളും ചെക്കപ്പ് ബാലൻസിങ്ങും എല്ലാം പ്രോപ്പറായിട്ട് എല്ലാം A to Z ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ റോഡിൽ ഓടുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനി ഫാസ്ടാഗ് ഇല്ല. അതായത് ഇവിടെ നിന്ന് എടുക്കുന്ന പകുതി മുക്കാൽ വണ്ടികൾക്ക് ഫാസ്ടാഗ് ഇല്ല. അപ്പം അങ്ങനത്തെ ഇത് ഫാസ്ടാഗ് യൂസ് ചെയ്യാത്ത വണ്ടിയാണ്. ഓൾറെഡി ഉണ്ടായിരുന്നത് പറിച്ച് കളഞ്ഞിട്ടുണ്ട് എവിടെ യാത്ര ചെയ്ത ടൈമിൽ. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ ഓണറിന്റെ പേരിൽ തന്നെയാണ് ഫാസ്ടാഗ് കാര്യങ്ങൾ. അവർ ആധാർ കാർഡും പാൻ കാർഡും വെച്ചിട്ടാണ് നമ്മൾ അത് എടുത്തു കൊടുക്കുന്നത്. ഒരു 10 കിലോമീറ്റർ എത്തുമ്പോഴത്തേനും നമുക്ക് അതിന്റെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം അതുകൂടെ ചെയ്തിട്ടാണ് നമ്മൾ ആഗ്ര യമുന എക്സ്പ്രസ് ഹൈവേയിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ലൈവ് ഞാൻ കുറച്ച് ലൈവ്, അതായത് ടോട്ടലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറച്ച് വീഡിയോസ് ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലൈവ് കാണേണ്ടവർക്ക് ചാനൽ കയറി നോക്കുവാണെങ്കിൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ ഫോർച്യൂണറിന് എത്ര ചെലവ് നാട്ടിൽ നമ്മൾ ബൈ റോഡിൽ പോകുമ്പോൾ ചിലവുണ്ടാവുമെന്ന് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു അറിയാം. അപ്പൊ വേണ്ടവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ നമ്മളെ ചാനൽ പറഞ്ഞേക്കുന്നവരെ ഞങ്ങൾക്ക് 2 മെക്കാനിക് ഇപ്പൊ അവൈലബിൾ ആണ്. അതായത് ഒന്ന് കേരളത്തിലുള്ളതും ഒന്ന് ഡൽഹിയിലുള്ളതാണ്. അപ്പം കേരളത്തിലുള്ള സ്റ്റാഫ് നമുക്ക് പോയാലും ഡൽഹിയിലുള്ള സ്റ്റാഫ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടികൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടികൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഡ്രൈവ് ചെയ്ത് നാട്ടിൽ സേഫ് ആയിട്ട് എത്തിക്കാൻ ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കെല്ലാം നമ്മളെ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങൾക്ക് സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വണ്ടി കച്ചവടം മാത്രമല്ല, അതായത് വണ്ടി സെയിൽസ് മാത്രമല്ല, നിങ്ങൾക്ക് സർവീസ് വേണമെങ്കിൽ ഇപ്പൊ വണ്ടി നാട്ടിലെത്തിക്കാൻ ഒരു സ്റ്റാഫിന് വേണം, സേഫ് ആയിട്ട് കണ്ടിന്യൂസ് പോകുന്ന ഒരു സ്റ്റാഫിന് വേണം. അപ്പം അങ്ങനെ ഒരാളെ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ മെക്കാനിക്ക് പോയി വണ്ടികൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ പ്രൈസ് കാര്യങ്ങളൊക്കെ ഫിക്സ് ആയിട്ട് ഉറപ്പിച്ചതിന് ശേഷം, അതായത് നിങ്ങൾക്ക് ഒരു വണ്ടി പോയി ചെക്ക് ചെയ്യണം ഏത് കണ്ടീഷനിലാണോ ഉള്ളത്, അതൊക്കെ ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇവിടെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ കെയർ ഓഫ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. മോർണിംഗ് ആണ്. നമ്മളിപ്പോൾ ഉള്ളത് നാഗ്പൂർ എത്താനായിട്ടുണ്ട്. പിന്നെ നാട്ടിലൊക്കെ തന്നെ നല്ല മഴ ഇവിടെയുണ്ട്, അത്യാവശ്യം നല്ല മഴ തന്നെയാണ്. അപ്പം നമ്മൾ അധികം സ്പീഡോ കാര്യങ്ങളൊന്നും എടുക്കാതെ മാന്യമായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. മൈലേജ് കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് നോക്കാൻ വേണ്ടി തന്നെയാണ്. ഇത് രാവിലെയാണ്, 11 മണി ആയിട്ടുണ്ട്, 11-11:30 ആയി. അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ 2 സുഹൃത്തുക്കളും കൂടെ ഉണ്ട്. അപ്പം അവരും കൂടെ മാറി മാറിയാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുവാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ളതിൻ്റെ ഫോർച്യൂണർ കൊണ്ടുപോകുന്നതിൻ്റെ എത്ര ചിലവ് കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതായത് എത്ര രൂപയ്ക്ക് ഡീസൽ അയക്കണം, എത്ര രൂപയ്ക്ക് ടോൾ ചെയ്യണം, നമുക്ക് എത്ര എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ചിലവാകുന്നുണ്ട്, അതും കൂടെ ഇൻക്ലൂഡ് ആയിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് കാണുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ നാഗ്പൂർ ഹൈദരാബാദ് റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ.
അതായത് ലോറിന്നൊക്കെ വെള്ളം തെറിച്ച് നമ്മുടെ ഗ്ലാസ്സിലേക്ക് വീണ്, അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടെ സേഫ് ആയിട്ടാണ് ഓടിക്കുന്നത്. വലിയ സ്പീഡൊന്നുമില്ല, ഒരു 60-80 കിലോമീറ്ററാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പീഡ്. അധികം സ്പീഡോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അതായത് ക്ലിയർ ആയിട്ട് നല്ല മഴയായതുകൊണ്ട് അത്ര വ്യക്തമായിട്ട് റോഡ് കാണാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ നോർമലായിട്ട് പോകുന്നത്. ഇപ്പം ഈ സൈഡിൽ ഇപ്പം വീഡിയോ എടുത്ത പാടെ ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുറച്ച്, അതായത് ഇനിയൊരു ഹൈദരാബാദ് എത്തണേ നമുക്കൊരു 577 കിലോമീറ്റർ കൂടെ ഉണ്ട്. ജസ്റ്റ് അത് കാണാൻ വേണ്ടിയാണ്, അതായത് വളവ് തിരിവും കാണാൻ വേണ്ടിയാണ് മാപ്പ് ഇട്ടേക്കുന്നത്. അതേപോലെ ക്യാമറയുടെ ഇപ്പൊ സ്പീഡൊക്കെ കയറിപ്പോയാൽ അപ്പം അതിന്റെ ആപ്ലിക്കേഷൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം ഇതുവരെ നമുക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതായത് നമുക്കൊരു ടയർ പഞ്ചർ ആയിട്ട് അല്ലാതെ നമുക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വന്നില്ല. അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ക്രമീകരിച്ച്. അപ്പം പിന്നെ ഈ അടുത്തെന്ന് പറഞ്ഞാൽ നല്ല ഇപ്പം മഴയൊക്കെ കുറഞ്ഞു. ഇപ്പം നല്ലൊരു വൈബ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫ്രീ ആയിട്ടുള്ള റോഡാണ് വരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നനഞ്ഞാണ് കിടക്കുന്നത്, ഒരു റോഡ് തന്നെയാണ് കിടക്കുന്നത്. അപ്പം ഡ്രൈവ് ചെയ്യുന്നവർ ലോങ് ഒക്കെ ചെയ്യുന്നവർ മാക്സിമം പതുക്കെ ചെയ്യാതെ, മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചവിട്ടിയ വണ്ടി കിട്ടിയെന്ന് വരില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ആ ഫോർച്യൂണർ എന്ന് പറഞ്ഞാൽ കിട്ടില്ല വണ്ടിയാണ്, നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലോങ് റൈഡിന് നല്ല കംഫർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഈ എടുത്തേക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ കിട്ടില്ല വണ്ടിയാണ്. അതായത് നല്ല ഫീലിങ്സ്, അതായത് നല്ലൊരു കംഫർട്ട് ട്രാവൽ ചെയ്യാൻ കിട്ടുന്നുണ്ട്. സ്കിപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല കൂളായിട്ടാണ് നല്ല. പിന്നെ നമ്മൾ ഓൾറെഡി ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല കംഫർട്ട് റൈഡാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ റൂട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഡൽഹിയിൽ നിന്നാണ് ഇപ്പൊ യാത്ര തിരിച്ചു വെക്കുന്നത്. ഡൽഹി കഴിഞ്ഞ് ആഗ്ര എത്തിയിരുന്നു. ആഗ്ര, ഗോളിയാർ, ഝാൻസി, സാഗർ, നാഗ്പൂർ, ഇനി ഹൈദരാബാദ്. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ടച്ച് ആവൂല. ബാംഗ്ലൂരിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് നമ്മള് തേനി കമ്പം റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. അതായത് തിരുവനന്തപുരം എത്താൻ എൻ്റെ അറിവിൽ ബെസ്റ്റ് റൂട്ട് അതാണ്. അപ്പോൾ വേണ്ടവർക്കെല്ലാം ആ റൂട്ടും കൂടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനാണ്. പിന്നെ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നതിന് ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിനടുത്ത് എനിക്ക് 2 ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങൾ, എനിക്ക് ക്ഷീണം വരുമ്പം അതിൻ്റെ അകത്ത് ഒരാൾ മാറി ഓടിക്കും. അപ്പൊ 2 പേരും ഓടിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വരുമ്പോൾ ശ്രമിക്കുക. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഇപ്പൊ ടയർ പഞ്ചറായി, നമ്മളെ ടയർ മാറ്റി കിട്ടും. അപ്പം 2 പേരുണ്ടെങ്കിൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മളെ കാര്യം നടക്കും. അത്ര ടെൻഷൻസോ അല്ലെങ്കിൽ അത്ര ഇത് അടിക്കണ്ട, അതായത് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പ്രദേശമാകുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റോഡ് സൈഡിലൊക്കെ ഇത് നൈറ്റ് ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പിങ് കാര്യങ്ങളൊന്നുമില്ല. നൈറ്റ് അടക്കം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യണം. അതായത് നൈറ്റ് അടക്കം നമ്മൾ ട്രാവലിംഗ് ആണ്. ചെറിയൊരു 3 മണിക്കൂറേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുള്ളൂ വണ്ടി. പിന്നെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കും. അതായത് വണ്ടി അത് കൂളാകാൻ വേണ്ടിയുള്ള കുറച്ച് ടൈമിങ് കൊടുക്കും. അപ്പം ഇതേപോലെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടീനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ ഏതെങ്കിലും വണ്ടികൾ എടുക്കാനോ, അതായത് നിങ്ങൾ ബില്ലിങ് ചെയ്ത വണ്ടികൾ പോലും നമ്മൾ പോയി ഇന്ന കണ്ടീഷനോ കാര്യങ്ങൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അതായത് യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ OLX ആയിക്കോട്ടെ. അപ്പം എല്ലാവർക്കും അത് കയറി ചെക്ക് ചെയ്ത് നമുക്ക് ഡൽഹിയിലെയോ ഹരിയാനയിലെയോ UP-യിലെയോ പ്രൈസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നുന്ന ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുവാന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് റീസെല് ചെയ്യണ പോലും അത് നല്ലൊരു മാർഗമായിരിക്കും. അതായത് ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ നമ്മുടെ കേരളം സൗത്ത് സൈഡിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് വണ്ടി എടുത്താലും അതിൻ്റെതായ മെച്ചം നമുക്ക് അത് കിട്ടും. പക്ഷേ എന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡൽഹി എന്ന് പറഞ്ഞാൽ കൺജസ്റ്റഡ് ഏരിയ ആണ് വരുന്നത്. അതായത് ഡൽഹി എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പം ഒരുപാട് ഡാമേജസ്, അതായത് ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതായത് മേജർ ആക്സിഡന്റ് ഉണ്ടാകാറുണ്ട്. അതേപോലെ സ്മോൾ ആക്സിഡന്റ്. കൂടുതൽ വരുന്ന ചെറിയ ചെറിയ അപകടങ്ങൾ, അതായത് ബമ്പർ, ബാക്ക് സൈഡ്, പിന്നെ ബോഡി മൊത്തം പോറിക്കുക, പിന്നെ ഈ ഗ്ലാസ് ഒക്കെ ഈ എന്തെങ്കിലും സാധനം ഉള്ളിൽ ഇരിപ്പുണ്ടെങ്കിൽ ഗ്യാസ് ഒക്കെ അടിച്ചു മരി എന്ന് പറഞ്ഞാൽ ഗ്യാസ് തല്ലിപ്പൊടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ബാഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകും. അപ്പൊ എന്ന് പറഞ്ഞാല് ഈ സൈഡ് ഗ്ലാസ്, അതായത് ഫ്രണ്ട് മിറർ, അതേപോലത്തെ സാധനങ്ങളൊക്കെ ഇവർ അടിച്ചു പൊട്ടിക്കും. പിന്നെ കൂടുതൽ വണ്ടിയുടെ ഫ്രണ്ട് മിററിൽ പൊട്ടാറുണ്ട്. ഒന്ന് ചെറിയ ആക്സിഡന്റ്, അതായത് മൈനർ ആയിട്ടുള്ള ആക്സിഡന്റ്, അതല്ലെങ്കിൽ ചൂട് തണുപ്പ് അത് മിക്സ് ആയി വരുമ്പോൾ പിണ്ടല് വന്നിട്ട് അവർ ഓട്ടോമാറ്റിക്കലി ഗ്ലാസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും നമ്മൾ ഡൽഹിയിൽ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഓരോ വണ്ടിക്ക് മേജർ ആക്സിഡന്റ് ഉണ്ടോ,
പിന്നെ എങ്ങനെയാണ് വണ്ടിയുടെ കണ്ടീഷൻ, പ്രോപ്പർ സർവീസ് റെക്കോർഡ് ഉണ്ടോ, ഇതൊക്കെ മീറ്റർ ബൈക്ക് ആണോ, അങ്ങനത്തെ എല്ലാ വണ്ടികളും നോക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ സ്റ്റാഫിനെ വേണേലും, അതായത് നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്താൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സ്റ്റാഫിനെ മതിയെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി എടുത്തു, നിങ്ങൾക്ക് ആ വണ്ടി ഒന്ന് നാട്ടിലെത്തിക്കണം ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട്, അപ്പം അതിന് വേണമെങ്കിൽ ആളെ വേണമെങ്കിൽ ഞാൻ ക്രമീകരിച്ച് തരുന്നതാണ്. നമ്മുടെ മാർക്കറ്റ് സഞ്ചാരി വഴി അങ്ങനത്തെ നിങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ട്. ഏത് വണ്ടിയാണെങ്കിലും, അതായത് ഓഡി, ബെൻസ്, BMW എങ്ങനത്തെ വണ്ടിയാണെങ്കിലും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 10 വർഷത്തെ താഴെയുള്ള വണ്ടികൾ, ഡീസൽ വണ്ടികൾ 10 വർഷത്തെ താഴെയുള്ളത് നമ്മൾ ട്രക്കിൽ മാത്രമേ അയക്കാറുള്ളൂ. അതായത് ഓൺ റോഡിൽ പോകാൻ പറ്റില്ല. അതായത് നമുക്ക് ഡൽഹി, ഹരിയാന എത്തുമ്പോൾ, ഡൽഹി, ഹരിയാന ഇതൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ഇവര് ഫൈൻ തരും. അതായത് അങ്ങനത്തെ 10 വർഷത്തെ താഴെയുള്ളത് ഓൺ റോഡിൽ കാണാൻ പാടില്ല. ഇവര് നിരോധിച്ച വണ്ടികളാണ്. പക്ഷെ നമുക്ക് കേരളത്തിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് കേരളത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു അടുത്ത ദിവസം ഞാനൊരു ഓൺലൈൻ ഫെസിലിറ്റി തരുന്നുണ്ട്. അതായത് എന്നോട് ഒത്ത് സംസാരിക്കുക. അതായത് നിങ്ങൾക്ക് ഡൗട്ട്സ്, കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഡൗട്ട്സ്, ഈ വണ്ടി വെഹിക്കിൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഡൗട്ട്സ്, അങ്ങനത്തെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നതിന് ഞാൻ ഓൺലൈനിൽ ലൈവ് വരുന്നുണ്ട് ചാനലിൽ. അപ്പം നിങ്ങൾക്ക് കമന്റ്സിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം അതിൻ്റെതായ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്വന്തമായി പർച്ചേസ് ചെയ്തത്തക്ക രീതിയിൽ ഞാനത് ഡീലിങ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡൽഹിയിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കുന്നെങ്കിൽ വണ്ടി എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊടുക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഡൽഹി വന്ന് റൂമിന് വേണമെങ്കിൽ ഇനി മുതൽ റൂംസും അവൈലബിൾ ആണ്. റൂമും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി വിളിച്ച് ഡേറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് റൂംസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഒരുപാട് റൂംസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രം. നോൺ AC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ AC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനടുത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മലയാള ഫുഡ്, അതായത് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന സെയിം ഫുഡ് തന്നെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആക്കി തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മലയാള ഫുഡ് തന്നെ കഴിക്കാൻ പറ്റും. അപ്പം ഈ വണ്ടി തന്നെയാണെങ്കിൽ ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തായിരുന്നു ലൈവ് ചെയ്യാൻ വേണ്ടി. പക്ഷേ എന്ന് പറഞ്ഞാൽ റേഞ്ച് ഇഷ്യൂസ് കാര്യങ്ങളായതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ പോലും വണ്ടികളെ കുറച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് വണ്ടികൾ ചെയ്യാറുണ്ട്. നമുക്ക് ഡീലേഴ്സ്, കേരളത്തിലുള്ള ഡീലേഴ്സിന് നമ്മൾ വണ്ടികൾ കൊടുക്കുന്നുണ്ട്. അപ്പം അതേപോലത്തുള്ള നിങ്ങൾക്ക് ഡയറക്റ്റ് കസ്റ്റമർക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഏതാണോ അത് പറയുകയാണ്. അതിനനുസരിച്ചുള്ള മോഡല് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ തന്നെ നോക്കി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് പോയി കണ്ടാൽ മതി. അങ്ങനത്തെ വണ്ടികളുണ്ടെങ്കിൽ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ അത് പോയി കണ്ട് അതിൻ്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ ഇപ്പൊ ഫോർച്യൂണറാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നാട്ടിലെത്തുമ്പോൾ എത്ര കിലോമീറ്റർ ആയി, എത്ര എണ്ണയായി, എത്ര ടോളായി, ആ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാത്ത കാര്യമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വണ്ടി നമ്മൾ പുറത്ത് അന്യ സംസ്ഥാനത്ത് നിന്ന് മേടിക്കുന്നുണ്ട്, നിങ്ങൾക്കത് പ്രോഫിറ്റബിൾ ആയി, അതായത് നിങ്ങൾക്ക് നാട്ടിലൊരു 30 ലക്ഷം മുടക്കുന്ന സമയത്ത് ഇവിടെ ഒരു 8-10 ലക്ഷം മുടക്കി കഴിഞ്ഞാൽ അതേ ഒരു കണ്ടീഷനിലുള്ള വണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് പൈസ കൂടുന്നതനുസരിച്ച്, അതായത് ഓരോ ഓപ്ഷൻസും ഓരോ ഇയറും കൂടുന്നത് പൈസ കൂടുന്നതനുസരിച്ച് തന്നെയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് വേരിയേഷൻസ് വരും. അപ്പം ആർക്കെങ്കിലും അങ്ങനെ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ അതൊരു അച്ചീവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സുവർണാവസരമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കൊടുക്കുന്നത്, മാർക്കറ്റ് സഞ്ചാരി വഴി കൊടുക്കുന്നത് ഉത്തരവാദിത്വത്തോടെയാണ്. അതായത് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുതരണമെങ്കിൽ വീട്ടിൽ കൊണ്ടുതരും. നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് തന്നെ അവിടെ നിന്ന് തന്നെ നിങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോവുമെങ്കിൽ അത് ചെയ്ത് പോകാന്നാണ്. അപ്പൊ നമ്മൾ അതിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് സബ്സ്ക്രൈബേഴ്സ് കൂടുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തുള്ള നല്ല നല്ല പുതിയ വലിയ വലിയ ഷോപ്പുകളുടെ വീഡിയോയും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നത് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് അങ്ങനെ ചെയ്യാൻ പറ്റും, അതായത് വലിയ വലിയ ഷോപ്പിന്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിൽ പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പം നമ്മളൊക്കെ ഇപ്പം ചെയ്തുകൊണ്ട് വരികയാണ്. ഇപ്പം മാർക്കറ്റിൻ്റെ വീഡിയോസൊക്കെ ഇനി ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഞാനിപ്പോൾ നാട്ടിലാണ്. നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ പാടെ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യും, അതേപോലെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിൻ്റെ ചെറിയ തിരക്കിലാണുള്ളത്. അപ്പം ഞാനിപ്പോൾ നാട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിലേക്കും കൂടെ പോകുന്നുണ്ട് ഇത് ഡെലിവറി കഴിഞ്ഞിട്ട്.
ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി ഇന്നോവ GA, VA അതേപോലെ തന്നെ ക്രിസ്റ്റയുടെ V ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഫോർച്യൂണർ ഒരു 6-7 എണ്ണം ഇപ്പം നിലവിൽ ഞാൻ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കണ്ടീഷനിലുള്ള വണ്ടിയാന്ന് പറയുകയാണെങ്കിൽ ആ കണ്ടീഷനിൽ ഇപ്പൊ നിങ്ങൾക്ക് കിറ്റ് കയറ്റിയ വണ്ടി വേണമെങ്കിൽ പോലും, അതായത് പുതിയ പുതിയ മോഡലിലുള്ള കിറ്റുകൾ കയറ്റിയ വണ്ടികൾ വേണമെങ്കിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളെ ഫോർച്യൂണറിന്റെ കാര്യത്തിൽ ഒരുപാട് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ടീംസ് ഉണ്ട്. അതായത് ലെക്സസിന്റെ കിറ്റ്, TRDയുടെ കിറ്റ്, അതേപോലത്തെ കിറ്റുകൾ കയറ്റിയ വണ്ടികൾ പോലും നമ്മുടെ അടുത്ത് ഇപ്പൊ റെഡി സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. അതായത് ഞാൻ തന്നെ എന്റെ കെയർ ഓഫിൽ തന്നെ പോയി മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വണ്ടികൾ ഇപ്പം റെഡി എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക, കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ കർണാടക ബോർഡർ ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ തമിഴ്നാട് എൻട്രി ചെയ്തിട്ടുണ്ട്. നമ്മളത് തേനിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തേനിയാണ് ഇപ്പൊ ലൊക്കേഷൻ ഇട്ടേക്കുന്നത്. മാപ്പ് വെച്ചിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ തേനിയാണ് ലൊക്കേഷൻ ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരുവനന്തപുരം റൂട്ടിലേക്ക് മാറുന്നത്. അപ്പം അടിപൊളി. ഇപ്പൊ ക്ലൈമറ്റ് കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ മഴയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വന്ന വഴി ഞാൻ വണ്ടി ലാസ്റ്റ് കാണിച്ചു തരാം എന്ത് ഇതാണ്. അപ്പം അതേപോലെയാണ് ട്രാവലിങ്. പക്ഷേ കംഫർട്ടായിരുന്നു, ഇതുവരെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അടിപൊളി ഡ്രൈവ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം വണ്ടിയിൽ ഡീസൽ അടിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഡീസൽ നമ്മൾ ആദ്യം നിറച്ചത് ഡൽഹിയിൽ നിന്നാണ് ഫുൾ ടാങ്ക് നിറച്ചത്. അത് കഴിഞ്ഞ് UP പിന്നെ UP ആയി കഴിഞ്ഞപ്പോഴാണ് അതായത് ഒരു ഹാഫ് ടാങ്ക് അങ്ങനെയാണ് അടിച്ചത്. അതായത് 10 രൂപയുടെ വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മളെ വേറെ സംസ്ഥാനങ്ങൾ തമ്മിൽ 10 രൂപയുടെ വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ചേക്കുന്ന ഡൽഹി, UP, മഹാരാഷ്ട്ര. ഇപ്പം നമ്മളെ കർണാടകത്തിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. കർണാടകത്തിൽ നിന്ന് ഒരു 2 രൂപ 3 രൂപയുടെ വേരിയേഷൻസ് ഉണ്ട്. അപ്പം അതും കൂടെയാണ് ഇപ്പം ലാസ്റ്റ് അടിച്ചേക്കുന്നത്. ഇനി ഇപ്പം അവർക്ക് ഇപ്പം പാർട്ടിക്ക് ഫുൾ ടാങ്ക് അടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും. തമിഴ്നാട്ടിലെ റേഞ്ച് വരുന്നത് ഒരു 93 രൂപ സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നാട്ടിലെ വെച്ച് നോക്കുമ്പം ഈ പുറത്തെ സംസ്ഥാനത്തിൽ നിന്ന് വരുമ്പോൾ ഫുൾ ടാങ്കിൽ വന്നിട്ട് ഏത് സംസ്ഥാനത്താണ് പൈസ കുറവ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിറയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പം നമ്മൾ ഡീസൽ അടിച്ചതിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ വിലക്കുറവ് തോന്നി. അത് കഴിഞ്ഞിട്ട് വന്നത് UP ആണ്, അത് കഴിഞ്ഞ് വന്നത് കർണാടക സർക്കാരിൻ്റെയാണ്, അത് കഴിഞ്ഞാണ് മഹാരാഷ്ട്ര, അത് കഴിഞ്ഞ് വരുന്നത് തമിഴ്നാടാണ്. പിന്നെ ഏറ്റവും അവസാനം നമ്മളെ കേരളം ഉള്ളതുകൊണ്ട് പേടിക്കുകയേ വേണ്ട. അവിടെ 10 രൂപ വില കൂടുതലാണ്, അതുകൊണ്ട് പേടിക്കുകയേ വേണ്ട. അപ്പം പുറത്തെ സംസ്ഥാനത്ത് നിന്ന് അടിച്ച് അവർക്ക് നികുതി കൊടുത്ത് നമ്മളെ സംസ്ഥാനങ്ങളെ പുറത്തുള്ളവരെ സംരക്ഷിക്കാൻ നോക്കുക. അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കുമളി റോഡിലാണ്, കുമളി തിരുവനന്തപുരം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസം ഇന്നലെ ഇച്ചിരി ടയർഡായതുകൊണ്ട് വണ്ടി നിർത്തി തുറക്കുകയും ചെയ്ത്. അതായത് നല്ല മഴയും റോഡൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ 6 hour ട്രാവലുണ്ട്. അത് കഴിഞ്ഞ് വണ്ടി ഒന്ന് സർവീസും കൂടെ ചെയ്തിട്ട്, അതായത് ഭയങ്കര ചെളിയാണ്. ഇതേപോലെ ഒരു കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ഫുള്ള് ചെളിയാണ്. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെ വണ്ടി നിൽക്കണം. പക്ഷെ മഴയും അതേപോലത്തെ ഇത്തരം സീൻ ഇതുവരെ വന്നിട്ടില്ല. അതായത് അത്രയും ഇതായിരുന്നു, മഴയായിരുന്നു. അപ്പോൾ വരുന്നവർ ഇപ്പം ഈ ടൈമിൽ വരുന്നവർക്ക് എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം മാക്സിമം റൈഡ് ചെയ്യുമ്പോൾ 1-2 പേര് വെക്കുന്നതായിരിക്കും നല്ലത്. അതായത് മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരാൾ കണ്ടില്ല വേറെ ഒരാൾ കാണാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് സേഫായിട്ട് വരാൻ ശ്രമിക്കുക. ഒരുപാട് വണ്ടികൾ ഇപ്പം വരുന്നുണ്ട് ഓൺ ദ വേയിൽ. ഇപ്പം നമ്മൾ തന്നെ അടുത്ത വണ്ടി 2 കണ്ടെയ്നറിൽ കയറി പോയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെയ്നറിൽ കയറി പോകുമ്പോൾ ഡേയ്സ് ലേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് കസ്റ്റമർക്ക് ഓൺ റോഡിൽ വരാനാണ് പറയുന്നത്. 2 ദിവസം 3 ദിവസം കൊണ്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് അപ്പം നമ്മളെ ഫോർച്യൂണർ മേടിച്ച കസ്റ്റമർ ദുബൈയിലുള്ള കസ്റ്റമറാണ്. അപ്പോൾ ഇന്ന് 16-ാം തീയതിയാണ് ഇന്ന് ഡേറ്റ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു 18-ാം തീയതി നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ 18-ാം തീയതി വീട്ടിലെത്തുമ്പോഴേക്ക് വീട്ടിൽ വണ്ടി വേണമെന്നാണ് പറഞ്ഞത് നമ്മളോട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കണ്ടെയ്നറിൽ കാര്യങ്ങളൊന്നും വണ്ടി അയക്കാതിരുന്നത്. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അതായത് 3 ദിവസം കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്തു. ഇന്ന് 16-ാം തീയതിയാണ്. ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മൾ ഏകദേശം അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളങ്ങനെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടി വണ്ടികൾ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഗൾഫ് കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ നാട്ടിലുള്ള ആർക്കെങ്കിലും ഇതേപോലെ വണ്ടി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തോടെയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിട്ടിന വഴി കേട്ടോ. ഇപ്പം പണിയൊക്കെ നടന്ന് അത്യാവശ്യം നല്ല വഴികളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതണ്ട ഫുള്ള് തിരുവനന്തപുരമാണ്. നമ്മൾ തിരുവനന്തപുരം റീച്ചായി. ഇതിനൊരു 1 hour 2 hour കൊണ്ട് ഇവരുടെ ലൊക്കേഷനിലേക്ക് ഉള്ളൂ നമ്മളെ കസ്റ്റമറിൻ്റെ.
അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി റോഡാണ്. ഇപ്പം ഇത് പുതിയ പാല കാര്യങ്ങളൊക്കെ വന്നതാണ്. കണ്ട നമ്മുടെ ടൊയോട്ടയുടെ ഷോറൂം ഒക്കെ വരുന്നുണ്ട് ഈ സൈഡിൽ. കന്യാകുമാരിക്ക് 150 കിലോമീറ്ററാണ് കാണിക്കുന്നത്, കോവളം 22. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ലൊക്കേഷനാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇഷ്ടംപോലെ, അതായത് തിരക്ക് കാര്യങ്ങളൊക്കെ കുറവ്, നല്ല ക്ലീൻ ആയിട്ട് തോന്നുന്നു. കുറേ കാലത്തിന് ശേഷം തിരുവനന്തപുരം വന്നുകൊണ്ടിരിക്കും. അടിപൊളി നല്ലൊരു ഇതുണ്ട്, വൈബുണ്ട്. ലുലു മാളിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്, തിരുവനന്തപുരം ലുലു മാള്. അപ്പോൾ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാ, അപ്പോൾ നമ്മൾ 3 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് തിരുവനന്തപുരം വരുന്നത്. അതായത് 23 കിലോമീറ്റർ ഇവിടെ നിന്ന് അങ്ങോട്ട്, നമ്മളെ ലൊക്കേഷനിലേക്ക് ഒരു 50 കിലോമീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ നല്ലൊരു പ്ലേസ് കിട്ടുന്നുണ്ട്, നമ്മളിവിടെ വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പോൾ 2900 കിലോമീറ്റർ റൺ ചെയ്ത് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. അപ്പോൾ അത് ഫുള്ള് ചെളിയായിട്ടുണ്ട്. അതായത് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുള്ള് ചെളിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊന്നും കൂടെ വാഷും കൂടെ ചെയ്ത്, അതായത് ഉള്ളിൽ കാര്യങ്ങളൊക്കെ വാഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് വണ്ടി നിങ്ങൾ നോക്കിയോ, അതായത് ബാക്ക് സൈഡ് കാര്യങ്ങൾ ഫുള്ള് ഡ്രൈവ് ചെയ്തിട്ടാണ് ഇവിടെ വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടെയ്നർ വഴി അയക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് വണ്ടികൾ ഇതേപോലെ ഓൺ റോഡിൽ വേണമെങ്കിൽ നമ്മളെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മെക്കാനിക് ടീം ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് നമുക്ക് കേരളത്തിലുള്ള ഒരാളും നമുക്ക് ഡൽഹിയിൽ നിന്ന് ഒരാളും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വണ്ടികൾ ഇതേപോലെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ വണ്ടി എടുത്തു. പിന്നെ അതിൻ്റെ കുറച്ച് മെക്കാനിക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓൺ റോഡിൽ കയറിയത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വണ്ടി കിടിലൻ കണ്ടീഷനാണ്, നല്ല ഓടിക്കാനും നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇത്ര ചെളി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ മനസ്സിലാവും എത്ര കിടിലനായിട്ടാണ് ഇരുന്നത്. ഇപ്പോൾ ചെളി കാര്യങ്ങളൊക്കെ നിറഞ്ഞ് ഫുള്ള് ഓടിയതാണ്. അപ്പോൾ ഇത് ഇപ്പം കൊണ്ടുപോയി ക്ലീനും കൂടെ ആക്കിയിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. അതായത് കസ്റ്റമറെ പാർട്ടീസിനൊന്നും നമ്മൾ പരിചയപ്പെടുത്തിയ കാര്യങ്ങളൊന്നും തരില്ല. അപ്പം ഇതേപോലെയാണ് നമ്മൾ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നെപ്പോലെ നിങ്ങളുടെ സ്വപ്നമായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരു 1.5 ലക്ഷം രൂപ മുതൽ ഓരോ വണ്ടികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പല വണ്ടികൾക്കും പല റേറ്റാണ്. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ മെക്കാനിക് പരമായ എന്തെങ്കിലും ഡാമേജോ ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫ്ലഡ് വന്നിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട്, അതേപോലെ നല്ല വണ്ടികൾ നമ്മൾ ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു മേജർ ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു വണ്ടികൾ പോലും നമ്മൾ എടുക്കുന്നതല്ല, നമ്മൾ കെയർ ഓഫ് കൊടുക്കുന്നതല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഡീസൻ്റ് ആയിട്ടുള്ള വണ്ടികൾ കിട്ടുമ്പോൾ, അതായത് നമ്മൾ പാർട്ടിയോട് ഡയറക്റ്റാണ് എടുക്കുന്നത്, അല്ലാതെ നമ്മൾ ഡീലർ വഴിയല്ല. കൂടുതൽ വണ്ടികൾ പാർട്ടികൾ അതായത് കസ്റ്റമർ വീടുകളിൽ പോയാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വണ്ടികൾ ഫോർച്യൂണർ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ ഫോർച്യൂണർ, അതേപോലെ ക്രിസ്റ്റ, അതേപോലെ ഇന്നോവ നമ്മളിപ്പോൾ റെഡി സ്റ്റോക്കിലുണ്ട്. അതായത് ഞാൻ ചെക്ക് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടി. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും എത്ര എമൗണ്ടാണ് ബഡ്ജറ്റാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് സർവീസ് സ്റ്റേഷനാണ്. സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടി നമ്മളെ കസ്റ്റമറിന് തന്നെ ഡെലിവറി ചെയ്യും. അത് ദുബായിലുള്ള പാർട്ടിയാണ്. അപ്പോൾ അവർ വരുമ്പോൾ നല്ലൊരു സന്തോഷം, അതായത് നമുക്ക് ഡ്രൈവ് ചെയ്തപ്പോൾ നല്ലൊരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയ വണ്ടിയാണ്. കിടിലൻ വണ്ടിയാണ്, ഒന്നും പറയില്ല. ഡ്രൈവ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിൽ കിടിലൻ വണ്ടിയാണ്. അപ്പോൾ ഇത് വാഷും കൂടെ കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വണ്ടി വരുന്നത്. അപ്പോൾ വാഷ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫുള്ള് സെറ്റാക്കിയിട്ട് കസ്റ്റമറിന് കൊണ്ട് ഡെലിവറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യണം. അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ. അതാണ് നീറ്റാണ്, വണ്ടി ഫുള്ളി നീറ്റാണ്. പക്ഷേ എന്നാൽ ഓടി എത്തിയതിൻ്റെ ഒരു ഇത്. ഇനി നമ്മളെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. അതായത് ഇത്ര കളറ് ചെളിയൊക്കെ കിടന്ന സാധനമാണ്. എന്താ നീറ്റുന്നുണ്ടോ, അതായത് ഇനി ഈ എടുക്കുന്ന കസ്റ്റമറിന് ഒരു വർക്ക് പോലും ഇതിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി നോക്കിയോ, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ചെളി പിടിച്ചിരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വണ്ടിയിൽ അത്ര ഇത് തോന്നിയത്. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ നീറ്റ് കണ്ടീഷനാണ്, ഫുള്ള് അതായത് ഫുൾ സെറ്റിലാണ് ഇരിക്കുന്നത്. ഫുള്ള് വാഷ് ചെയ്ത് കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ഇതൊന്ന് കൊണ്ടു കൊടുക്കും. നമ്മൾ എന്നിട്ട് തിരിച്ച് നമ്മൾ കണ്ണൂർക്ക് റെയിലാണ് പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കിട്ടില്ല കണ്ടീഷൻ. ഇനി ഒരു കസ്റ്റമറിന് നമുക്ക് വേറൊരു വർക്ക് എടുക്കണ്ട. അതായത് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മെക്കാനിക് പരമായിട്ടെല്ലാം ചെയ്തിട്ടാണ് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നത്. ഇനി ഡീസൽ അടിക്കുക, ഓടുക, അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറൊരു എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ വണ്ടികളും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതേപോലത്തെ വണ്ടികൾ ഷെയർ ചെയ്യുന്നതാണ്. അതേപോലെ സർവീസ് കാര്യങ്ങൾ, സെയിൽസ് ഉണ്ട്, സർവീസ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യേണ്ടവർക്ക് മാത്രം, അതായത് ജസ്റ്റ് വണ്ടി കണ്ടാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ബില്ലിംഗ് ആക്കുന്നതാണ് പോലും നമ്മൾ പോയി ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളോട് പറയുന്നതാണ് ഈ കണ്ടീഷനിലാണ് ഈ വണ്ടി ഉള്ളത്, ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനത്തെ കണ്ടീഷൻസ് പറയുന്നതാണ്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസ് മാക്സിമം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൽഹി, UP, ഹരിയാന, അതേപോലെ
പോലുള്ള പഞ്ചാബ് ഇപ്പം ഞങ്ങൾ കുറച്ച് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതേപോലത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടികൾ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഇപ്പോൾ 10-15 കിലോമീറ്റർ കൂടെ പോകാനുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഡെലിവറി കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചെയ്യുന്നില്ല. അതായത് കസ്റ്റമർ നിങ്ങളെ എവിടെ നിന്നുള്ള കസ്റ്റമർ ആണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും വ്യക്തമാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.